അനീഷ് എന്ന് പറയുന്ന വ്യക്തി സാധാരണക്കാരനാണെന്ന് റോയ് സാറിന് വരെ മനസ്സിലായിട്ടും മനസ്സിലാകാത്ത ഒരേ ഒരാൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ലാലേട്ടനും അതുപോലെ ബിഗ് ബോസ് ടീമുകളും മാത്രമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാന നിമിഷം എന്ന് പറഞ്ഞാൽ അനീഷിനെ ഇവരെല്ലാവരും കൂടി അങ്ങ് ഉണ്ടാക്കാൻ നോക്കിയത് നമ്മളെല്ലാവരും കണ്ടതാണ്. വേറെ ഒന്നുമല്ല, അനീഷ് സാധാരണക്കാരനല്ല, അനീഷ് സെലിബ്രിറ്റിയാണ്, അനീഷ് ആരാ പറഞ്ഞത് സാധാരണക്കാരനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടൻ്റെ ഒരു അഭിനയവും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ ലാലേട്ടൻ തന്നെയാണ് ഇത് കയറ്റി വിടുമ്പോൾ പറഞ്ഞത് സാധാരണക്കാരൻ്റെ പ്രതിനിധി, സാധാരണക്കാരൻ്റെ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷിനെ പരിചയപ്പെടുത്തിയ ആ മനുഷ്യൻ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 80-85 ദിവസം കഴിഞ്ഞപ്പോൾ പറയുകയാണ് ഇയാൾ സാധാരണക്കാരനൊന്നുമല്ല. കാരണം ഇയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. എന്താ കാരണോ? അനുമോൾക്ക് കപ്പ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അനീഷിനെ ആണെങ്കിൽ പുറത്താക്കാൻ കഴിയുന്നില്ല. അപ്പോഴെങ്ങനെയെങ്കിലും ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉമ്മാരെല്ലാം കൂടിയിട്ട് കളിച്ച ഒരു കളി തന്നെയാണ് ഈ ഒരു സംഭവം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇനിയെങ്കിലും നമ്മുടെ റോയ് സാറ് പറയുന്ന ഒന്ന് കേൾക്കണം. റോയ് സാറ് പറയുന്നത് കൃത്യമായിട്ടുണ്ട്, അനീഷ് സാധാരണക്കാരൻ്റെ പ്രതിനിധിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. എൻ്റെ പൊന്നു ലാലേട്ടാ, നിങ്ങൾക്ക് നിങ്ങളുടെ സിനിമ വിജയിപ്പിക്കുന്നത് ഈ ചാനലുകാരോ അല്ലെങ്കിൽ 4-3-7 ഇംഗ്ലീഷ് കാണുന്നവരോ ഈ പിന്നെ എന്താ പറയുക മുടിയിൽ കണ്ണടിയിട്ടവരോ അല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. മുടിയിൽ കണ്ണടിയിട്ട് ഊശാൻ താടിയും വെച്ച് വന്നു കഴിഞ്ഞാൽ അവന്മാരൊന്നും ഒരിക്കലും എന്ന് പറഞ്ഞ് ഞങ്ങളെ സിനിമ വിജയിപ്പിക്കൂല. സിനിമ വിജയിപ്പിക്കുന്നത് ഇവിടെ അത്താഴ പ്രശ്നിക്കാരായ ജനങ്ങൾ തന്നെയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെയുള്ള ജനങ്ങളാണ് ലാലേട്ടൻ്റെ ശക്തി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ അവിടെയുള്ള കുറേ ടീമുകളല്ല, ഈ കന്നഡ ഇവിടെ ഇടുന്ന ടീമുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം പോലും വന്നിട്ട് തിയേറ്ററിൽ നിന്ന് സിനിമ കാണൂല. ഇനി തിയേറ്ററിൽ നിന്ന് സിനിമ കണ്ടാൽ തന്നെ എന്ന് പറഞ്ഞാൽ അവരെയൊക്കെ എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ടാണ് കാണിക്കുന്നത്, അല്ലാതെ അവരൊന്നും പൈസ മുടക്കിയിട്ട് കാണത്തുമില്ല. അതാണ് ഞാൻ പറയുന്നത്. ഇവിടെ ലാലേട്ടന് പോലും തെറ്റുപറ്റിയോ എന്നാണ് എൻ്റെ ചോദ്യം. എന്തിനാണ് അനീഷിനെ സാധാരണക്കാരനാണെന്ന് പറഞ്ഞ് കയറ്റിയിട്ട് പിന്നീട് മാറ്റി പറഞ്ഞിട്ട് അവിടെയുള്ള ആൾക്കാർക്ക് തിന്നാനിട്ട് കൊടുത്തത്? അവിടെയുള്ള ആൾക്കാർ മാത്രമല്ല, പുറത്തുള്ളവരും നല്ല രീതിയിൽ തിന്നാനിട്ട് കൊടുത്തത് എന്തിനാണ് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഞാൻ ചോദിച്ചതിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ പറയണോട്ടാ. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, അതായത് അനീഷ് മുന്നിലേക്ക് വരുന്നേ, അനീഷിന് നല്ല ജനസ്വീകാര്യത കിട്ടുന്നേ, ഇതെങ്ങനെയെങ്കിലും തകർക്കണം, ഇതിനെന്താണ് ഒരു വഴി? അപ്പോഴാണ് നമ്മളെ സാബുമോൻ വന്നിട്ട് പറയുന്നത് നീ എന്ത് സാധാരണക്കാരനാടാ. കാരണം ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞ സാബുമോൻ ചെയ്തിരിക്കുന്നവൻ അനീഷിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് അന്നത്തെ ഒരു ദിവസം മുഴുവൻ എന്ന് പറഞ്ഞാൽ ആരോ പറഞ്ഞു കൊടുത്തതുപോലെ അനീഷിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇയാൾ ഉപയോഗിച്ചത് എന്നുള്ളതാണ്. ആലോചിച്ചോ നിങ്ങൾ. അപ്പോൾ സാബുമോന്റെ അതേ ഇത് കയറി പിടിച്ചുകൊണ്ട് ലാലേട്ടൻ വന്ന് പറയുന്നു. അത് മാത്രവുമല്ല, ലാലേട്ടൻ പറയുന്നത് ബിഗ് ബോസിന്റെ ഇതായിട്ടാണ്. അപ്പൊ അങ്ങനെ എല്ലാവരും കൂടി പറഞ്ഞപ്പോഴേ അനീഷ് അവിടെ സെലിബ്രിറ്റി ആയിട്ട് മാറുകയാണ്. അല്ലെങ്കിൽ ഈ അനീഷ് തന്നെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പറഞ്ഞേനെ. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അനീഷിനെ പുറത്താക്കാൻ കഴിയാത്തപ്പോൾ ഇവരെല്ലാവരും കൂടി കണ്ടുപിടിച്ച ഒരു വലിയൊരു ചതിയുടെ നാടകമാണ്. അനീഷിനെ കോമണർ അല്ല, അയാൾ സാധാരണക്കാരൻ്റെ പ്രതിനിധിയല്ല, അയാൾ സെലിബ്രിറ്റിയാണ്. പിന്നെ എന്തിനാ പൊന്നി ലാലേട്ടാ ഇവിടുന്ന് കയറ്റി വിടുമ്പോൾ ഇയാൾ സെലിബ്രിറ്റിയാണ്, ഇയാൾ കോമണർ അല്ല എന്ന് പറഞ്ഞാൽ പോരെ? അല്ലാതെ ഇവിടെ വന്നിട്ട് പിന്നെ ഇമ്മാതിരി ഡയലോഗ് അടിക്കണോ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ഈ റോയ് സാറ് പറഞ്ഞത് നാളെ തിരുത്താൻ വേണ്ടി പറയണം. ഈ റോയ് സാറാണല്ലോ ശരിക്കും പറഞ്ഞ 50 ലക്ഷം അവിടെ കൊടുക്കുന്നത്. അങ്ങേരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേർക്ക് ഇതിൻ്റെ നിബന്ധനയും കാര്യങ്ങളൊക്കെ അറിയുന്നതായിരിക്കുമല്ലോ. അല്ലാതെ അങ്ങേര് ഒന്നും അറിയാതെ ഇവിടെ ഒന്നും പറയത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ലാലേട്ടന് തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ അത് സമ്മതിക്കണം, അത് സമ്മതിച്ച് കാണണം. അതാണ് വേണ്ടത്. അവിടെ പലതരത്തിലെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. ഞാൻ ഇപ്പോഴും പറയുകയാണ്, എൻ്റെ സംശയമാണോ എന്നറിയില്ല. അതായത് ലാലേട്ടൻ എന്തിനാണ് പരമാധികാരം എടുത്തത്? അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞത് എന്തിനാണ്? അതുപോലെ തന്നെ അനീഷിനെ ഡീഗ്രേഡ് ചെയ്യാൻ മനഃപൂർവ്വം നീ കോമണർ അല്ലടാ എന്ന് പറഞ്ഞത് എന്തിന്? അതും 85 ദിവസങ്ങൾക്ക് മുന്നേ പറയുകയാണ് നീ കോമണറാണ്, നീ സാധാരണക്കാരൻ്റെ പ്രതിനിധിയാണ്, നീ ഒന്നും അറിയാത്തവനാണ് എന്ന് പറഞ്ഞ് കയറ്റി വിടുകയും അത് കഴിഞ്ഞ് അയാളുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഇവർക്ക് തെറ്റ് പറ്റിയോ എന്നുള്ള ഭയം കൊണ്ടാണോ എന്നറിയില്ല, ഇവരെല്ലാവരും കൂടി മാറ്റി പറഞ്ഞു. അതായത് അനീഷിന് കൊടുക്കേണ്ട കപ്പായിരുന്നു, അത് എങ്ങനെയെങ്കിലും അനുമോളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇവരാവുന്നത്ര പണിയെടുത്തു. ഇത് ഞാൻ പറയുന്നതല്ല, അനുമോള് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അഞ്ജന നമ്പ്യാരുടെ ഇന്റർവ്യൂവിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് ഓണത്തിന്റെ പരിപാടിയൊക്കെ ആയിട്ട് ഒരുപാട് തിരക്കാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്രാവശ്യം എനിക്ക് വയ്യാന്ന് ഞാൻ പറഞ്ഞു, അടുത്ത പ്രാവശ്യം നോക്കാമെന്ന്. പക്ഷെ എല്ലാവരും കൂടി എന്നെ നിർബന്ധിച്ചിട്ടാണ് കൊണ്ടുവന്നത് എന്നുള്ള തരത്തില് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ അത് പറയുമ്പോഴേ അഞ്ജന നമ്പ്യാറ് കണ്ണുകൊണ്ടും കാലുകൊണ്ടും ഇങ്ങനെ ആക്കുന്നുണ്ട്. അത് പറയണ്ട അത് പിന്നെ പറയാം. അതുമാത്രവുമല്ല, ഒരിക്കൽ ഈ അനുമോള് തന്നെ പറയുന്നുണ്ട്, എന്നെ കണ്ടന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്.
ഞാൻ പറയുന്ന ശമ്പളം തന്നു എന്ന അർത്ഥത്തിൽ ആ കണ്ടന്റ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കും എന്ന് അനുമോള് പറഞ്ഞപ്പോഴേ ലാലേട്ടൻ കണ്ണുരുത്തി, അങ്ങനെയൊന്നും പറയരുത് മോളെ, നമ്മളിവിടെ പലതും പറയും, നീ അവിടെ പോയിട്ടെല്ലാം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഷോയെ ബാധിക്കില്ലേ എന്നുള്ള തരത്തിൽ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. അപ്പൊ അനീഷ് സാധാരണക്കാരനാണെന്ന് പറയുമ്പോഴേ ശരിക്കും പറഞ്ഞ് ഇവർക്കെല്ലാം കുരുപൊട്ടാനുള്ള കാരണം ഇത് തന്നെയാണ്. അയാൾ സാധാരണക്കാരന്റെ പ്രതിനിധി ആയി കഴിഞ്ഞാൽ എല്ലാവരുടെയും വോട്ടങ്ങ് വാങ്ങിച്ച് ഭയങ്കരമായിട്ട് വിജയത്തിലേക്ക് പോകുമോ, ഇനി അനുമോളെ നമുക്ക് വിജയിപ്പിക്കാൻ കഴിയില്ലേ എന്നുള്ള ഭയവും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഇവരന്ന് ഈ നാടകം കളിച്ചതെന്ന് ഞാൻ പറയുള്ളൂ. അതിന് കൂട്ടു നിൽക്കുകയാണ് നമ്മുടെ മഹാനടൻ. അതാണ് ഞാൻ പറയുന്നത്. ഒരുപാട് ബഹുമാനമുള്ള പൊതുജനങ്ങളായ നമ്മളെപ്പോലെയുള്ള കഴുതകൾ വളർത്തിയ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ലാലേട്ടൻ അതിന് കൂട്ടു നിൽക്കാൻ പാടില്ലായിരുന്നു. അയാൾ സാധാരണക്കാരൻ നല്ലയിടോ പറഞ്ഞിട്ടല്ലേ ഞാൻ കയറ്റിയത്, ഞാൻ അതിൽ നിന്നും ഉറച്ചു നിൽക്കുന്നു എന്നാണ് പറയേണ്ടത്. അതാണ് പറയേണ്ടത്. അല്ലാതെ അവിടെ വെച്ച് അനീഷിനെ അപമാനിച്ചു, നീ സാധാരണക്കാരനൊന്നും അല്ല, നിന്നെ ഞങ്ങളങ്ങനെ ഏറ്റുവിട്ടതുമല്ല, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിന്നെ എത്ര ദിവസം മുമ്പ് അറിയിച്ചത് എന്നൊക്കെ ചോദിച്ചു ഒരു നാടകം കളിച്ചു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാ? അതായത് ഈ ബിഗ് ബോസിൽ കയറുമ്പോൾ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് കിട്ടി എന്ന് നിങ്ങൾ ഒരിക്കലും ആരോടും പറയരുത്. അത് മാത്രവുമല്ല, നിങ്ങൾ റിസർവിലാണ്, ഇനിയും നിങ്ങൾക്ക് കിട്ടിയില്ല, ഇനി കിട്ടുമെന്ന് തന്നെ അറിയില്ല. അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ചെന്നൈയിൽ ഷൂട്ടിംഗ് ശരിയായിട്ടില്ലെങ്കിൽ കൂടി നിങ്ങളെ മടക്കി അയക്കും. അങ്ങനെയൊക്കെയുള്ള സമയത്ത് അനീഷ് എങ്ങനെയാണ് കിട്ടിയെന്ന് പറയുക? അപ്പോ ഈ ലാലേട്ടനോട് പറഞ്ഞു കഴിഞ്ഞാൽ മോശമായി പോകും എന്ന് കരുതിയിട്ട് അങ്ങേര് മറച്ചു വെച്ചു. പക്ഷെ ഇതൊരു വലിയ കുറ്റമായിട്ട് ലാലേട്ടൻ ഇത് പുറത്തേക്ക് ഇട്ടു. പക്ഷെ മറ്റുള്ളവരെന്താ ചെയ്തത്? ബിഗ് ബോസിന്റെ എല്ലാ റൂൾസുകളും ബ്രേക്ക് ചെയ്തുകൊണ്ട് എല്ലാവരെയും അറിയിക്കുക മാത്രമല്ല, പുറത്തു നിന്ന് തന്നെ ഒരു ഗ്രൂപ്പായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് ഈ അനുമോളായാലും അനുമോളെ കൂടെയുള്ള ശൈത്യയായാലും ഇവരൊക്കെ പരസ്പരം സംസാരിച്ചിട്ട് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പണ്ടൊന്നും അങ്ങനെയല്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരൊക്കെ ഉണ്ടെന്ന് നമുക്കൊരു വിവരവും ഉണ്ടാവില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരാൾക്ക് പോലും ഒരു വിവരവും ഇല്ലാത്ത ആൾക്കാരെയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. പക്ഷേ ഈ ഒരു സീസണിൽ മാത്രം എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി അറിയിച്ചു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു. അവർക്ക് PR-കളെയും ആരെ വേണമെങ്കിലും ഒരുക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. എന്നിട്ട് പറയുകയാണ് അനീഷെ നീയാണ് കള്ളത്തരം പറയുന്നതെന്ന്. എന്തോ നാടേ ഇത്, ഇതൊന്ന് വെള്ളേരിക്കപ്പെടണം. അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അനീഷിനെ മാത്രം പറയുകയാണ് നീയാണ് കള്ളത്തരം പറഞ്ഞത്, നീ ഒരു ഒലക്കിയല്ല, ഒരു മണ്ണാൻ കട്ടിയല്ല. ഒരു കാര്യം ഞാൻ പറയാം, ഈ അനീഷ് എന്ന് പറയുന്ന വ്യക്തിയെ അവിടെ വന്ന് ലാലേട്ടൻ ഇതാണ് കോമണറ്, ഇതാണ് മൈജി കണ്ടെത്തിയ കോമണറ്, ഇതാണ് മൈജിയിലൂടെ വന്ന ഒരു സാധാരണക്കാരൻ എന്ന് പറയുമ്പോഴാണ് നമ്മളൊക്കെ അറിയുന്നത് ഇയാൾ ഇങ്ങനെയാണ് എന്ന്. അത് കഴിഞ്ഞതിന് ശേഷമാണ് കുറെ എന്താ പറയുക ഇയാൾ വ്ളോഗറാണ് എന്നൊക്കെ, വ്ളോഗറായാലും വലിയ വ്യൂസും കാര്യങ്ങളൊന്നുമില്ല അങ്ങനെയൊക്കെ വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, അന്ന് ലാലേട്ടനും എല്ലാവരും കൂടിയിട്ട് കളിച്ച കളി അനീഷിന് നല്ല രീതിയിൽ നെഗറ്റീവായിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയെങ്കിലും എൻ്റെ പൊന്നു ലാലേട്ട അത് സമ്മതിച്ച് ആ ഒരു മനുഷ്യനെ വിളിക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചൂടെ? നന്ദി, നമസ്കാരം.